സുഹൃത്തുക്കളെ നമസ്കാരം. ട്രേഡേഴ്സ് അരീനയുടെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലർ. ആദ്യമായിട്ടാണ് ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർബന്ധമായിട്ടും ഈ വീഡിയോയുടെ താഴെ രേഖപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് നിരവധി ലിങ്കുകൾ കാണാം. അതിൽ ഞങ്ങളുടെ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഉണ്ട്. അത് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഡെയിലി നിങ്ങൾക്കുള്ള റാസ് ലെവൽസ് അവിടെ അപ്ഡേറ്റ് ആവുന്നതായിരിക്കും 7 മണിക്ക് ശേഷം. സോ അത് നിങ്ങളുടെ ട്രേഡിങ്ങിൽ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. അപ്പം നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇന്നലെ ITC ഷെയർസിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞിരുന്നു. ബ്രിട്ടീഷ് ടുബാക്കോ കമ്പനി അവരുടെ 3.5% ഓഹരികൾ വിറ്റൊഴിവാക്കുകയാണ് എന്നുള്ള ഒരു വാർത്ത ഇന്നലെ പറഞ്ഞു. അത് ഇന്നലെ 2% സ്റ്റോക്ക് അത് അപ്പോൾ തന്നെ താഴോട്ട് വന്നിരുന്നു, 400 ലെവലിലേക്ക് ഇറങ്ങി വന്നിരുന്നു. പക്ഷേ ഇന്ന് അവർ സംഭവം സെല്ല് ചെയ്തു 8%. പക്ഷേ അവർ 3.5% ഓഹരികൾ അവർ വിറ്റൊഴിച്ചപ്പം ഇന്ന് ITC കയറിപ്പോയത് 8%. ഇൻട്രാഡേയിൽ 4 വർഷത്തിനിടക്കുണ്ടായിരുന്ന ഏറ്റവും വലിയ ഒരു ഗ്രോത്ത് അല്ലെങ്കിൽ ഒരു ഗെയിനാണ് ഇന്ന് ITC ഉണ്ടാക്കിയിരിക്കുന്നത്. എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫാക്ട് തന്നെയാണ്. അതും മാത്രമല്ല, ഇന്നത്തെ ഈ ഒരു സംഭവത്തോടു കൂടി എല്ലാ ബ്രോക്കറേജ്, അതായത് അനലിസ്റ്റുകൾ അവരുടെ ITCയുടെ വ്യൂ അങ്ങോട്ട് മാറ്റുകയും ചെയ്തു. ITC ഇനിയും 22% മുകളിലോട്ട് കയറി പോകും എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു 420 ലെവലിൽ നിന്ന് 22% കയറി പോകാമെന്ന് പറഞ്ഞാൽ 490, 500 ലെവലിലേക്ക് കയറി പോകും എന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. സോ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഞാൻ കരുതിയത് അത് നെഗറ്റീവായിട്ട് ബാധിക്കും എന്നാണ്. പക്ഷേ അത് പോസിറ്റീവായിട്ടാണ്. ITCയെ സംബന്ധിച്ചിടത്തോളം അത് പോസിറ്റീവായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് ഒറ്റ ദിവസം തന്നെ 8% കയറി പോകുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. ദെൻ അർബിന്ദോ ഫാർമ, അവർക്ക് WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ഒരു അപ്രൂവൽ കിട്ടിയിട്ടുണ്ട്. സോ ഇനി ഇവിടെ ആന്ധ്രാപ്രദേശിലുള്ള ഒരു പ്ലാന്റിലായിരുന്നു 2023 സെപ്റ്റംബറിലായിരുന്നു അവരുടെ ഇൻസ്പെക്ഷൻ. അപ്പോൾ അതിനുള്ള അപ്രൂവൽ അവർക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, അദാനി ഗ്രൂപ്പ്. അദാനിയാണ് ശരിക്കും എനിക്ക് തോന്നുന്നു ഇന്ന് മാർക്കറ്റിനെ താഴോട്ട് വലിച്ചിറക്കിയതെന്ന് തോന്നുന്നു. കാരണം 13% അദാനി ഗ്രൂപ്പിൻ്റെ 11 സ്റ്റോക്കുകൾ 10 സ്റ്റോക്കുകളും ഇന്ന് താഴോട്ടാണ് പോയത്. മൊത്തത്തിൽ 90,000 കോടി രൂപയാണ് ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് അദാനിയുടെ എല്ലാ സ്റ്റോക്കുകളിലും ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. മൊത്തത്തിൽ ആ ഗ്രൂപ്പിൻ്റെ ഇതെന്നുള്ളത് 13% താഴോട്ടാണ് പോയിരിക്കുന്നത്. ഭയങ്കര ഒരു അദാനി ഗ്രൂപ്പ് എപ്പോഴും ഇതേപോലെ തന്നെയാണ് അതിൻ്റെ മൂവ്മെൻറ്റ് ഉണ്ടാവുക. പ്രോഫിറ്റിലേക്ക് വരുമ്പോൾ അത് തീ പോകുന്നത് പോലെ അതേ സ്പീഡിൽ മുകളിലോട്ട് കയറിപ്പോകും, താഴോട്ട് ഇറങ്ങി വരുമ്പോഴും അതേപോലെ തന്നെയാണ്. ദെൻ ഇത്രയൊക്കെയാണ് ഇന്നത്തേക്കുള്ള ഒരു ഹൈലൈറ്റ്സ് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഒരു പ്രീ മാർക്കറ്റ് സെഷൻ കൂടി ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള കഠിനമായ ശ്രമത്തിലാണ് ഞാൻ. രാവിലെ എഴുന്നേറ്റ് ഡാറ്റ കളക്ട് ചെയ്ത് പ്രസൻറ്റ് ചെയ്യാൻ 3 ദിവസമായിട്ട് ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. പല കാരണങ്ങൾ കൊണ്ട് അതൊരു ലൈവായിട്ട് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. മോർണിംഗ് ഒരു 7 o'clock ഡെയിലി ലൈവായിട്ട് ചെയ്യണം എന്നൊരാഗ്രഹത്തിലാണ്. അപ്പോൾ ഞാൻ അതിനുവേണ്ടി 3 ദിവസമായിട്ട് ട്രൈ ചെയ്തുകൊണ്ട് പല ഡാറ്റയും മിസ്സിങ്ങും പല കാര്യങ്ങൾ കൊണ്ട് എനിക്കത് ചെയ്യാൻ പറ്റിയിട്ടില്ല. മുൻകൂട്ടി അനൗൺസ് ചെയ്യാതിരുന്നത്, അത് അനൗൺസ് ചെയ്തിട്ട് ആ ദിവസം അത് വർക്കൗട്ട് ആയില്ലെങ്കിലോ എന്നൊരു പേടി കൊണ്ടാണ്. ഈ ആഴ്ച തന്നെ അതെന്തായാലും സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ US മാർക്കറ്റ് ഒന്നും ഓപ്പൺ ആയിട്ടില്ല. വളരെ ഏർലിയാണ് ഞാൻ റെക്കോർഡ് ചെയ്യുന്നത്. ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്ന US മാർക്കറ്റ് ക്ലിയർലി ഗ്രീനിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. യൂറോപ്യൻ മാർക്കറ്റ് കറൻ്റ്ലി ഒരു സമ്മിശ്ര പ്രതികരണമാണ്. വലിയതായിട്ട് ഗ്രീനിലോട്ടും പോയിട്ടില്ല, റെഡിലോട്ടും പോയിട്ടില്ല. ഏഷ്യൻ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി 22,081 ട്രേഡിംഗ് നടക്കുന്നത്. 13 പോയിന്റ് റെഡിലാണ്. നിക്കി 101 പോയിന്റ് റെഡിലാണ്. അതേപോലെ ഹാങ്സെങ് 11 പോയിന്റ് റെഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് തന്നെ തിരിച്ചു വരാം. നിഫ്റ്റി ഇന്ന് 96 പോയിന്റിന്റെ ഗ്യാപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. 541 പോയിന്റിന്റെ അഥവാ 2.41% ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് ഇന്ന് നിഫ്റ്റിയിൽ ഉണ്ടായത്. അപാരമായ മൂവ്മെന്റ് ആണ് ഇന്ന് നിഫ്റ്റിയിൽ കിട്ടിയിരുന്നത്. പക്ഷേ നിഫ്റ്റിയിലെ മൂവ്മെന്റിന് ഭയങ്കര ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അത് കൃത്യമായിട്ടും സ്റ്റോപ്പ് ലോസ് ഹണ്ട് ചെയ്തിട്ട് പോകുന്ന രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ഞാൻ എടുത്ത മിക്ക ട്രേഡുകളും സ്റ്റോപ്പ് ലോസ് ഹണ്ട് ചെയ്ത് പോയതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് എത്ര രൂപ സ്റ്റോപ്പ് ലോസ് വെച്ചാലും കറക്റ്റ് അവിടെ വരെ പോവുക, അതിനുശേഷം അത് എടുത്തുകൊണ്ട് തിരിച്ചു കയറി പോവുക എന്നുള്ള രീതിയാണ് ഞാൻ കണ്ടിട്ടുള്ളത് ഇന്ന്. എന്തായാലും ഇന്ന് 22,432 ഓപ്പണായി. അവിടെ നിന്ന് 434 പോയിന്റ് നഷ്ടത്തിൽ 21,998 നിഫ്റ്റി ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. ഒരു 5 ദിവസത്തെ ക്ലോസിംഗ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇന്ന് നിഫ്റ്റിയുടെ ക്ലോസിംഗ് ക്ലിയർലി ബെയറിഷ് ആയിട്ടാണ്. പക്ഷേ ഇവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇന്നലെ എനിക്ക് ഒത്തിരി മെസ്സേജുകൾ വന്നിട്ടുണ്ട്.
തള്ളുമ്പം ഒരു മയത്തിൽ തള്ളണം എന്നൊക്കെ പറഞ്ഞിട്ട് സുഹൃത്തുക്കളെ, ഇന്നത്തെ ഫോളും നിങ്ങൾ വലിയൊരു സംഭവമായിട്ട് എടുക്കേണ്ട. നാളെയാണ് നമുക്ക് ഇന്നത്തെ ഒരു സിഗ്നൽ ക്യാൻഡിലാണ് ഞാൻ ബെയറിഷ് ആവുകയാണ് എന്ന് നിഫ്റ്റി പറയുന്നുണ്ടെങ്കിൽ കൂടി അതിൻ്റെ ഒരു കൺഫർമേഷൻ തരേണ്ടത് നാളെയാണ്. നാളെയും റെഡിലാണ് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ മാർക്കറ്റ് ബെയറിഷ് ആണ് എന്ന് നമുക്ക് ഉറപ്പിക്കാം. അതിനുള്ള നമുക്ക് ചാർട്ട് അനലൈസ് ചെയ്യുമ്പോൾ അവിടെ സംസാരിക്കാം. ഇന്ന് നിഫ്റ്റി 50-ലുള്ള 4 സ്റ്റോക്കുകൾ പ്രോഫിറ്റിൽ അവസാനിച്ചപ്പോൾ 46 സ്റ്റോക്കുകൾ നഷ്ടത്തിലാണ് അവസാനിച്ചിരിക്കുന്നത്. ITC, ICICI ബാങ്ക്, കൊട്ടക് ബാങ്ക്, ബജാജ് ഫിനാൻസ് ഈ 4 സ്റ്റോക്കുകളാണ് പ്രധാനമായിട്ട് നിഫ്റ്റിയെ മുകളിലോട്ട് കൊണ്ടുപോയത്. അതേസമയത്ത് പവർ ഗ്രിഡ്, കോൾ ഇന്ത്യ, അദാനി എന്റർപ്രൈസസ്, NTPC ഇത്രയും സ്റ്റോക്കുകൾ നിഫ്റ്റിയെ നല്ല രീതിയിൽ താഴോട്ട് വലിച്ചു കൊണ്ടുപോയി എന്ന് തന്നെ പറയാം. ഈ ആഴ്ചത്തെ ഒരു പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ, അതായത് ഒരു 5 ട്രേഡിംഗ് ഡേയ്സിലെ ഒരു പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി 406 പോയിന്റിന്റെ നഷ്ടമാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അതേസമയത്ത് മാർച്ച് മാസത്തിലെ ഒരു പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ 51 പോയിന്റിന്റെ അഥവാ 0.23% ഒരു നഷ്ടമാണ് നിഫ്റ്റി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇനി ഇന്ത്യ വിക്സിലേക്ക് വരികയാണെങ്കിൽ 5.79% ഇന്ത്യ വിക്സ് വർദ്ധിച്ചിട്ട് 14.43 ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്ന് വൈറ്റ് CPR ആയിരുന്നു, പക്ഷേ പ്രൈസ് ആക്ഷൻ അതിനെ ക്രോസ് ചെയ്തിട്ടുണ്ട്. സോ അതിൽ അത്ഭുതങ്ങളൊന്നും തന്നെ പറയാനില്ല. ഇനി മറ്റ് ഇൻഡെക്സുകൾ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി 47,341 ഓപ്പണായി 359 പോയിന്റ് നഷ്ടത്തിൽ 46,981 ക്ലോസ് ചെയ്തു. ഫിൻ നിഫ്റ്റി 20,928 ഓപ്പണായി 170 പോയിന്റ് നഷ്ടത്തിൽ 20,758 ക്ലോസ് ചെയ്തു. സെൻസെക്സ് 73,993 ഓപ്പണായി 1,231 പോയിന്റ് നഷ്ടത്തിൽ 72,762 ക്ലോസ് ചെയ്തു. മിഡ് ക്യാപ്പ് ഇന്ന് 10,743 ഓപ്പണായി 364 പോയിന്റ് നഷ്ടത്തിൽ 10,379 ഓപ്പണായി. മിഡ് ക്യാപ്പിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഹെവി ആയിട്ടുള്ള ഒരു ലോസ് ആണ് ഇന്ന് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. കാരണം സെൻസെക്സ് 72,000 നിൽക്കുമ്പോൾ 1,200 പോയിന്റ് മാത്രമേ ലോസ് ഉണ്ടായിട്ടുള്ളൂ. അതേസമയത്ത് 10,000 നിൽക്കുന്ന മിഡ് ക്യാപ്പിൽ 364 പോയിന്റ് നഷ്ടം വന്നു എന്നുള്ളത് ഭയങ്കര പെർസെൻറ്റേജ് വൈസ് നോക്കുമ്പോൾ അത് വലിയൊരു ഇത് തന്നെയാണ് വരുന്നത്. ദെൻ നമുക്ക് ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് ചെറുതായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. 78.8 ഇന്നത്തെ ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ്. ഗോൾഡ് റേറ്റ് വീണ്ടും താഴോട്ടാണ് പോയിരിക്കുന്നത്. $2,163 ഇന്നത്തെ ഗോൾഡ് റേറ്റ്. ഇന്ത്യൻ രൂപയുടെ മൂല്യം നോക്കുകയാണെങ്കിൽ 82 രൂപ 85 പൈസയാണ് ഒരു US$ന്റെ ഇന്നത്തെ വിനിമയ നിരക്ക്. ഇന്നലെ അത് 82 രൂപ 77 പൈസയായിരുന്നു. ഇന്നത്തേക്ക് അത് വർദ്ധിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ സ്ലിപ്പായി പോയിട്ടുണ്ട്. 8 പൈസയോളം സ്ലിപ്പായിട്ടുണ്ട്. ദെൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡാറ്റ പതിവ് പോലെ ഇന്നും റിലീസായിട്ടില്ല. നോർമലി ഹെവി മൂവ്മെൻ്റ് ഉള്ള ദിവസങ്ങളിൽ വളരെ ലേറ്റ് ആയിട്ടാണ് ഡാറ്റ റിലീസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇന്നലത്തെ ഡാറ്റ വെച്ച് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇതുവരെയുള്ള 5 ദിവസത്തെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ എല്ലാ ദിവസവും ഇൻസ്റ്റിറ്റ്യൂഷൻസ് നെറ്റ് ബയേഴ്സാണ്. ചെറിയ എമൗണ്ടിനല്ല ബൈ ചെയ്യുന്നത്. ഇതാണെങ്കിൽ 5-ാം തീയതി 2,408 കോടി, 6-ാം തീയതി 4,900 കോടി, 7-ാം തീയതി 9,900 കോടി, 11-ാം തീയതി 7,400 കോടി, ഇന്നലെ 2,400 കോടി. ഇത്രയും ഹെവി ബൈയിങ് ആണ് നടക്കുന്നത്. ഇതിൽ ഒട്ടുമിക്ക ആൾക്കാരും ചോദിക്കുന്ന കാര്യമാണ് ഇത്രയും ഹെവി ബൈയിങ് ഉണ്ടായിട്ട് എന്തുകൊണ്ട് മാർക്കറ്റ് താഴോട്ട് പോയി എന്നുള്ളത്. ഇവർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബൈ ചെയ്യുന്നത് പ്രീ മാർക്കറ്റ് സെഷനിലാണ്. അവരുടെ ആ ബൈയിങ് കൊണ്ട് നമുക്ക് കിട്ടുന്നത് ഒന്നുകിൽ ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്, അല്ലെങ്കിൽ അവിടെ സെല്ലിംഗ് ആണ് പ്രീ മാർക്കറ്റിൽ അവർ ചെയ്യുന്നതെങ്കിൽ ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണ് നമുക്ക് കിട്ടുക. ഇൻട്രാഡേയിൽ എന്തെങ്കിലും ഇവർ ഇതേപോലെ ചെയ്തു കഴിഞ്ഞാലാണ് നമുക്ക് ഹെവി ആയിട്ടുള്ള സംഭവങ്ങൾ കിട്ടുക. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഡാറ്റ റിലീസ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും നമുക്ക് കാണാൻ പറ്റും ഇവിടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നെറ്റ് സെല്ലേഴ്സ് ആയിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക. ഇതുവരെ ഈ മാസം നോക്കുകയാണെങ്കിൽ മാർച്ച് മാസത്തിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് 14,414 കോടിയുടെ ബൈയിങ്ങും 19 അതേപോലെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 19,495 കോടിയുടെ ബൈയിങ്ങുമാണ് ചെയ്തിരിക്കുന്നത്. മൊത്തത്തിൽ 33,909 കോടിയുടെ നെറ്റ് ബൈയിങ് ആണ് ഈ മാസം ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ സൈഡിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇനി സെക്ടറൽ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി FMCG മാത്രമാണ് ഇന്ന് ഗ്രീനിൽ ക്ലോസ് ചെയ്തിട്ടുള്ളത്. ബാക്കി എല്ലാം റെഡിലാണ് നല്ല രീതിയിൽ. അതായത് മെറ്റലൊക്കെ ആണെങ്കിൽ 5.69% ലോസാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതേപോലെ ETF-ഉം എല്ലാം തന്നെ ഇന്ന് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. ഓട്ടോബീസ് ഇവിടെ 2.6% ഹയസ്റ്റ് ലോസ് ETF-ൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് വരികയാണെങ്കിൽ ITC 4.34% ഹയസ്റ്റ് പ്രോഫിറ്റ് മാർക്കറ്റ് രേഖപ്പെടുത്തി. അതേസമയത്ത് PFC 7.47% ഹയസ്റ്റ് ലോസും ഇന്ത്യൻ മാർക്കറ്റിൽ രേഖപ്പെടുത്തി. ITC, ICICI ബാങ്ക്, കൊട്ടക് ബാങ്ക്, ബജാജ് ഫിനാൻസ്, സിപ്ല, HDFC ബാങ്ക്, ഇൻഫി, ഡോക്ടർ റെഡ്ഡി, നെസ്ലെ ഇന്ത്യ, ബ്രിട്ടാനിയ, HCL ടെക്, AU ബാങ്ക് ഇത്രയും സ്റ്റോക്കുകൾ ഉയർന്ന ലാഭം രേഖപ്പെടുത്തിയപ്പോൾ PFC, REC ലിമിറ്റഡ്, വേദാന്ത ലിമിറ്റഡ്, കോൺകർ, പവർ ഗ്രിഡ്, കോൾ ഇന്ത്യ, അദാനി എന്റർപ്രൈസസ്, NTPC, അദാനി പോർട്സ്, ബന്ധൻ ബാങ്ക്, ടാറ്റ സ്റ്റീൽ, PNB ഇത്രയും സ്റ്റോക്കുകൾ ഉയർന്ന നഷ്ടവും ഇന്ത്യൻ മാർക്കറ്റിൽ രേഖപ്പെടുത്തി.
NSE മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ 93 സ്റ്റോക്കുകൾ ലാഭത്തിൽ അവസാനിച്ചപ്പോൾ 2163 സ്റ്റോക്കുകൾ നഷ്ടത്തിലാണ് ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. ഇനി PCR വരികയാണ്. നിഫ്റ്റിയുടെ PCR 0.5 ആയിട്ടുണ്ട്. ക്ലിയർലി ബെയറിഷ് ആണത്. മറ്റൊന്നും തന്നെ അതിനെക്കുറിച്ച് പറയാനില്ല. കാരണം 3 ദിവസമായിട്ട് ബെയറിഷ് അല്ലെങ്കിൽ ന്യൂട്രൽ എന്നുള്ളൊരവസ്ഥയിൽ നിന്ന് ഇന്ന് ക്ലിയർലി ബെയറിഷായി വന്നിട്ടുണ്ട്. 21,998 സ്പോട്ട് പ്രൈസ് അവസാനിച്ചപ്പോൾ അവിടെ നിന്ന് ഇതിൽ ഈ ഡാറ്റ എൻ്റർ ആയതിൽ ഒരു എറർ കാണുന്നുണ്ട്. എന്തായാലും എനിക്ക് തോന്നുന്നു 22 പോയിന്റ് മുകളിലായിട്ടാണ് ഫ്യൂച്ചറിൻ്റെ ട്രേഡിംഗ് നടക്കുന്നത്. ദെൻ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റിലേക്ക് വരികയാണെങ്കിൽ 22,500 1,50,00,000 കോളാണ് റൈറ്റ് ചെയ്തിട്ടുള്ളത്. അതേസമയത്ത് 21,700 ഇവിടെ 86 ലക്ഷം പുട്ട് മാത്രമാണ് റൈറ്റ് ചെയ്തിട്ടുള്ളത്. സോ മാർക്കറ്റിനെ താഴോട്ട് കൊണ്ടുപോകാനാണ് ഓപ്ഷൻ റൈറ്റേഴ്സ് ചിന്തിക്കുന്നത് എന്ന് തോന്നുന്നു. നാളെയാണ് നമുക്കിതിൻ്റെ ഒരു കൺഫർമേഷൻ കിട്ടുന്നത്. ബാങ്ക് നിഫ്റ്റിയുടെ PCR 0.67 ആയി കുറഞ്ഞിട്ടുണ്ട്. ക്ലിയർലി ബെയറിഷ് ആണ്. 46,981 ഫ്യൂച്ചർ സ്പോട്ട് പ്രൈസ് അവസാനിച്ച് അവിടെ നിന്ന് 41 പോയിന്റ് മുകളിലായിട്ട് 47,022 ഫ്യൂച്ചറിൻ്റെ ട്രേഡിംഗ് നടക്കുന്നത്. ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെങ്കിൽ 47,000 12 ലക്ഷം കോളുണ്ട്. അതേപോലെ 12 ലക്ഷം പുട്ടുമുണ്ട്. അറ്റ് ദ മണി സ്ട്രൈക്കിലാണ് ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. സോ മാർക്കറ്റ് രണ്ട് വശത്തോട്ടും സ്ലിപ്പായി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ദെൻ നാളെ വരാനുള്ള ഈവൻറ്റുകൾ റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന കമ്പനികൾ നാളത്തേക്ക് ഒന്നും തന്നെ അപ്ഡേറ്റ് ആയിട്ടില്ല. ഇനി നാളെ വരാനുള്ള ഇവൻറ്റുകൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യ WPI ഇൻഫ്ലേഷൻ ഡാറ്റ നാളെയാണ് വരുന്നത്. അതാണ് നമ്മുടെ നാട്ടിൽ നിന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഡാറ്റ തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കെയർഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. US IEA മന്ത്ലി റിപ്പോർട്ട്, US കണ്ടിന്യൂയിങ് ജോബ്ലെസ് ക്ലെയിംസ്, US CPI, US PPI, US റീറ്റെയിൽ സെയിൽസ്, US ഫെഡ്സ് ബാലൻസ് ഷീറ്റ്. ഇത്രയും ഈവൻറ്റുകളാണ് നാളെ വരാനുള്ളത് വേൾഡ് വൈഡ് ആയിട്ട്. ദെൻ ഞങ്ങളുടെ ഒരു പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇന്ന് 7,076 രൂപയുടെ ഒരു പ്രോഫിറ്റാണ് രേഖപ്പെടുത്തി. 1.18% ആണ്. 22 ട്രേഡിൽ നിന്നും 1:1.46 എന്ന ഒരു റിസ്ക് റിവാർഡ് റേഷ്യോയിലാണ് ഇത് അച്ചീവ് ചെയ്തത്. നിഫ്റ്റിയിൽ ഇന്ന് ഞങ്ങൾ 5.1% ലോസ് പ്രോഫിറ്റാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയിൽ 2%, ഫിൻ നിഫ്റ്റിയിൽ 2.4%, നിഫ്റ്റി മിഡ് ക്യാപ്പിൽ നിന്ന് 4.6% ലോസാണ് രേഖപ്പെടുത്തിയത്. ദെൻ സെൻസെക്സിൽ ഇന്ന് 4.1% പ്രോഫിറ്റാണ്. സ്റ്റോക്ക് ഓപ്ഷൻസിൽ 2% ലോസാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ മാസത്തെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ 23.57% പ്രോഫിറ്റാണ് ഇതുവരെ വന്നിരിക്കുന്നത്. 147 ട്രേഡുകളിൽ നിന്നും 1:2.35 എന്ന റിസ്ക് റിവാർഡ് റേഷ്യോയിലാണ് ഇത് പോയിരിക്കുന്നത്. നിഫ്റ്റിയിൽ 15% പ്രോഫിറ്റ് ഉണ്ട്. ബാങ്ക് നിഫ്റ്റിയിൽ 14% ഉണ്ട്. ഫിൻ നിഫ്റ്റിയിൽ 68% ഉണ്ട്. മിഡ് ക്യാപ്പിൽ 5% ഉണ്ട്. സെൻസെക്സിൽ 12%, സ്റ്റോക്ക് ഓപ്ഷൻസിൽ 24%. ഇത്രയും നല്ല രീതിയിൽ കംപ്ലീറ്റ്ലി ഗ്രീനാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ദെൻ റാസ് ലെവൽസ് എങ്ങനെ പെർഫോം ചെയ്തു എന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ ഇന്നലെ പറഞ്ഞതിൽ നിന്നും ഒരല്പം വ്യത്യസ്തമായിട്ട് ഞാൻ റെയർ കേസ് സിനാരിയോയിൽ സംഭവിക്കും എന്ന് പ്രതീക്ഷിച്ചിരുന്ന കാര്യമാണ് ഇന്ന് സംഭവിച്ചത്. കാരണം ഫ്ലാറ്റ് ഓപ്പണിംഗ് അല്ലെങ്കിൽ ചെറിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗിൽ നോട്ട് റേറ്റ് സോണിൽ ഓപ്പൺ ആയപ്പോൾ ഇവിടെ ഈ ഒരു സോണിൽ ട്രേഡിംഗ് ഒഴിവാക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അത് ക്ലിയർലി അവിടെ എന്താ പറയുക ഓപ്പൺ ആയി. അതുകൊണ്ട് തന്നെ അവിടെ ട്രേഡ് ഉണ്ടായിരുന്നില്ല. ദെൻ ബ്രേക്ക് ഡൗൺ ലൈൻ കട്ട് ചെയ്തിട്ട് എൻട്രി എടുത്തിട്ട് കാത്തിരുന്നവർക്ക് കൃത്യമായിട്ടും റാസ് ലെവൽസ് എത്ര ആക്യുറേറ്റ് ആയിട്ടാണ് 46,864 പോയിട്ട് മാർക്കറ്റ് ക്ലോസ് ചെയ്തു. മറ്റൊന്നും ചിന്തിക്കാനുണ്ടായിരുന്നില്ല. വളരെ ഈസി ട്രേഡായിരുന്നു ഇന്ന് കിട്ടിയത്. ഈ ഒരു സിഗ്നൽ ഇന്നലെ ഓൾറെഡി ഇത് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഈ ഒരു ലോ അവിടെ തന്നെയാണ് ഇന്നും പോയിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റി സ്ഥിരമായിട്ട് താഴോട്ട് പോകുമോ എന്നൊരു കാര്യത്തിൽ കൺഫർമേഷൻ പറയേണ്ടത് നാളെയാണ്. ഇനി ഓവറോൾ മാർക്കറ്റിൻ്റെ ഒരു സെൻറ്റിമെൻറ്റ്സ് നോക്കുകയാണെങ്കിൽ ഇന്ന് നമ്മുടെ ട്രെൻഡ് ലൈനൊക്കെ കട്ട് ചെയ്ത് താഴെ ഇറങ്ങി നിൽക്കുകയാണ് ആള്. നാളെ ഇത് കൃത്യമായിട്ടും പറയുകയാണെങ്കിൽ ഈ നോട്ട് റേറ്റ് സോണിലാണ് ഇപ്പോൾ വന്ന് സപ്പോർട്ട് എടുത്തിരിക്കുന്നത്. സോ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒരു സാധ്യത കംപ്ലീറ്റ്ലി അത് കൃത്യമാകണം എന്നൊന്നുമില്ല എങ്കിൽ കൂടി ഞാൻ പ്രതീക്ഷിക്കുന്നത് നാളെ ഇവിടെ നിന്ന് ഒരു റിക്കവറി ക്യാൻഡിൽ ഈ രീതിയിൽ ഗ്രീൻ ക്യാൻഡിൽ മുകളിലോട്ട് വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇതിൻ്റെ ഒരു താഴോട്ട് പോകാൻ സമ്മതിക്കില്ല എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. മാക്സിമം പോയാലും ഇവിടെ ഈ ബ്രേക്ക് ഡൗൺ ലെവലിൻ്റെ അവിടെ വരെ പോയി ഒരു വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് തിരിച്ച് മുകളിലോട്ട് വരും. ഇന്ന് വന്ന അത്രയും പോയിന്റ് ഒന്നും നാളെ കയറി വരില്ല. കാരണം വീഴാൻ എളുപ്പമാണ്. വീണാലും തിരിച്ച് കയറാൻ വേണ്ടിയിട്ട് വളരെ പതുക്കെ മാത്രമേ അത് കയറി വരുള്ളൂ. സോ ഈ മാസം 22,849 എന്ന ഒരു ലെവൽ ടച്ച് ചെയ്തിട്ടേ മാർക്കറ്റ് താഴോട്ട് പോവുള്ളൂ എന്ന ഒരു ഉറച്ച വിശ്വാസത്തിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഒത്തിരി പേര് ആ ഒരു മൈൻഡ് സെറ്റോട് കൂടി മുന്നോട്ട് പോകുന്നവരുണ്ട്. മാർക്കറ്റ് താഴോട്ട് പോകുന്നെങ്കിൽ ഇതാ ഇവിടെയൊക്കെ ഒരുപാട് അവസരങ്ങൾ മാർക്കറ്റിന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴൊന്നും അത് താഴോട്ട് പോയിട്ടില്ല. സോ ഇപ്പോഴും പോകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഇവിടെ നിന്ന് ഇങ്ങനെ തന്നെ ബൗൺസ് ബാക്ക് ചെയ്യും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ദെൻ ഇവിടെ
ഇതിപ്പോൾ ഞാൻ ഓവറോൾ ആയിട്ടുള്ള ഒരു വ്യൂ ആണ് പറഞ്ഞത്. മാർക്കറ്റ് ഇതുവരെയും പോയിക്കൊണ്ടിരിക്കുക. ട്രെൻഡ് ലൈൻ ഓൾറെഡി ഇന്നത്തത് സിഗ്നലാണ്. ക്രോസിംഗ് നടന്നിട്ടുണ്ട്. ഈ ക്രോസിംഗ് പല സമയത്ത് ഇതേപോലെ നടന്നിട്ടുണ്ട്. സോ ഇവിടെ നിന്ന് തിരിച്ച് കയറി വരുന്നില്ലെങ്കിൽ മാർക്കറ്റ് താഴോട്ടാണ് എന്ന് നമുക്ക്, അതായത് ഈ നോ ട്രേഡ് സോൺ ഉണ്ടല്ലോ, അവിടെ അതിനെ കട്ട് ചെയ്ത് താഴോട്ട് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് മാർക്കറ്റ് ബെയറിഷായി എന്ന് പറയാം. അതിനു മുൻപേ നമ്മളൊരു ഉറച്ച തീരുമാനം എടുക്കുന്നത് ശരിയാവില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ദെൻ ഇവിടെ സെൻസെക്സിലാണെങ്കിലും അതേ അവസ്ഥ തന്നെയാണ്. ഒരു ട്രെൻഡ് ലൈനിൽ വന്നിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. തിരിച്ച് മുകളിലോട്ട് കയറുമോ താഴോട്ട് പോകുമോ എന്നുള്ളത് നമുക്ക് നാളെ അറിയാം. അതേ സമയത്ത് മിഡ് ക്യാപ്പ് നോക്കുകയാണ്. മിഡ് ക്യാപ്പിൽ കുറേ ദിവസമായിട്ട് ഇത് ബെയറിഷ് മൂവ്മെൻറ്റ് തന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇവിടെ നിന്ന് ഇവിടെ വന്നു, ഇവിടെ നിന്ന് ഇവിടെ വന്നു, ഇവിടെ നിന്ന് ഇവിടെ വന്നു, ഇവിടെ നിന്ന് പിന്നെ ആ ഹൈ കട്ട് ചെയ്തില്ല, അവിടെ നിന്ന് നല്ല രീതിയിൽ താഴോട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. സോ ഇതിൽ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒരു ബെയറിഷ് മൂവ്മെൻറ്റ് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സോ നാളെ നോക്കാം. ചിലപ്പോൾ നാളെ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഇവിടെ മന്ത്ലി എക്സ്പെക്റ്റഡ് ലോ ആണിത്. സോ അവിടെ നിന്ന് ഒന്ന് ചെറുതായിട്ട് തിരിച്ച് കയറി വന്നിട്ട് ഫർദർ ഫോൾ ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ദെൻ നിഫ്റ്റി, അതായത് ബാങ്ക് നിഫ്റ്റി കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഫിനാൻഷ്യൽ സെക്ടറിലേക്ക് വരികയാണെങ്കിൽ ഫിനാൻഷ്യൽ സെക്ടറിൽ നമുക്ക് ബാങ്ക് നിഫ്റ്റിയാണ് ഫസ്റ്റിലുള്ളത്. ബാങ്ക് നിഫ്റ്റിയിൽ ഇവിടെ മാർക്കറ്റ് വന്നിട്ട് ഒരു ബെയറിഷ് മൂവ്മെൻറ്റ് തന്നിട്ടുണ്ട്. ഇത് ക്ലിയർലി ബെയറിഷ് തന്നെയാണ്. പക്ഷേ ഇവിടെ എവിടെയെങ്കിലും സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു പാറ്റേൺ കണ്ടാൽ മനസ്സിലാവുന്നുണ്ടാവും. ഇതുണ്ടല്ലേ, ഇവിടെ ഒരു ലോ ക്രിയേറ്റ് ചെയ്തു, ഇവിടെ ഒരു ലോവർ ഹൈ ഉണ്ടാക്കി, പിന്നെ ഒരു ലോവർ ലോ, ഇവിടുന്ന് വീണ്ടും മുകളിലോട്ട് കയറി, അതേപോലെ വീണ്ടും മുകളിലോട്ട് കയറിയിട്ട് ഇറങ്ങി. ഇനി ഇവിടെ നിന്ന് മുകളിലോട്ട് ഇങ്ങനെ കയറി പോകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇനി അതല്ല ഫോളാണ് വരുന്നതെങ്കിൽ നാളെ ഇവിടെ നിന്ന് ഇങ്ങനെ താഴോട്ടൊരു ക്യാൻഡിൽ നമുക്ക് കിട്ടും. ഇനി നാളെ നിഫ്റ്റിയുടെ എക്സ്പയറിയാണ്. നിഫ്റ്റിയുടെ എക്സ്പയറിയിൽ ട്രേഡുകൾ എങ്ങനെയാണ് പ്ലാൻ ചെയ്യുക എന്ന് നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റിയുടെ ചാർട്ട് എന്താണ് പറയുന്നത്, റാസ് ലെവൽസ് എന്താണ് പറയുന്നത് എന്ന് നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ഡേ ഹൈനേക്കാളും താഴെയായിരിക്കും നാളത്തെ ഡേ ഹൈ. അതുപോലെ ഇന്നത്തെ ഡേ ലോനേക്കാളും താഴെയായിരിക്കും നാളത്തെ ഡേ ലോ. അതായത് ഒരു ബെയറിഷ് മൂവ്മെന്റ് വരും എന്നാണ് റാസ് ലെവൽസ് പറയുന്നത്. നോ ട്രേഡ് സോണും CPR-ഉം തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ നോക്കുകയാണെങ്കിൽ ബെയറിഷ് മൂവ്മെന്റ് വൈഡ് CPR ആണ്. അതുകൊണ്ട് അധികം ബലത്തിൽ ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. അതിൻ്റെ ഒരു സംഭവിക്കാനുള്ള സാധ്യത കുറവായിരിക്കും. എങ്കിലും ഒരു ബെയറിഷ് മൂവ്മെന്റ് ആണ് റാസ് ലെവൽസ് നമ്മളോട് പറഞ്ഞു തരുന്നത്. 21,981 ഇവിടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അവിടെ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. 22,000 എന്നുള്ളത് സൈക്കോളജിക്കലി എല്ലാവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന ഒരു നമ്പറാണ്. 21,981 എന്ന് പറഞ്ഞാൽ 22,000 തന്നെയാണ്. അതിൻ്റെ താഴെയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. 22,000 തന്നെയാണ് ഇപ്പോൾ മാർക്കറ്റ് ഉള്ളത്. സോ ഇത് നാളെ ചെറിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിൽ മുകളിലോട്ട് ഒന്ന് കയറി നിൽക്കും. ഇവിടെ ഈ ഒരു ലെവലിലായിരിക്കും മിക്കവാറും നാളെ മാർക്കറ്റ് ഓപ്പൺ ആവുക. എന്നിട്ട് അവിടെ നിന്ന് അങ്ങോട്ടാണ് നമുക്ക് കളി ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച് കൊണ്ടുപോകേണ്ടത്. അല്ലെങ്കിൽ ഇവിടെ 8ന്റെ പണി കിട്ടും. കാരണം 22,200 നോ ട്രേഡ് സോണിൽ ഇതാ ഈ റേഞ്ചിൽ 22,000 മാർക്കറ്റ് ഓപ്പൺ ആയാൽ സ്വാഭാവികമായിട്ടും ഇവിടെ വരെ കയറി വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അവിടെ വരെ കയറി വരുമ്പോൾ നമുക്ക് ട്രേഡ് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം അതിൻ്റെ ഇടയിൽ CPR വരുന്നുണ്ട്. ഏത് CPR-ൽ നിന്നും മാർക്കറ്റ് റിവേഴ്സൽ വരാനുള്ള സാധ്യതകളുണ്ട്. സോ അതും ഒരു വിഷയമാണ്. കൂടാതെ നോ ട്രേഡ് സോണിന് താഴെയായിട്ടാണ് നാളെ ഡേ ഹൈ വന്ന് നിൽക്കും എന്ന് റാസ് ലെവൽസ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഇതാ ഈ ഒരു ലെവലിൽ 22,161 ഇവിടെയാണ് നാളത്തെ ഡേ ഹൈ ആയിരിക്കും എന്ന് മാർക്കറ്റ് നമ്മളോട് പറയുന്നത്. സോ എന്തായിരിക്കും ഇവിടെ സംഭവിക്കുക? 22,000 മുകളിൽ ഓപ്പൺ ആകും. പിന്നെ ഈ ഇവിടെ വരും. ഇവിടെ നിന്ന് ഫർദർ ഇതൊരു ഭയങ്കരമായിട്ടുള്ള കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആയിരിക്കും നാളെ നമുക്ക് തരിക. മോസ്റ്റ് പ്രോബബ്ലി ഒന്നിലും ഒരു റേഞ്ച് ബൗണ്ട് മൂവ്മെന്റ് തരും. കാരണം ഇന്ന് ഹെവി മൂവ്മെന്റ് മാർക്കറ്റിൽ കിട്ടിയതാണ്. അപ്പോൾ ഒരു വീക്ക്ലി പെർഫോമൻസും മന്ത്ലി പെർഫോമൻസും ഒക്കെ അതിനെ കോമ്പൻസേറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മോസ്റ്റ് പ്രോബബ്ലി ഒരു വളരെ റേഞ്ച് ബൗണ്ട് ആയിട്ടുള്ള ഒരു മൂവ്മെന്റിനാണ് ഞാൻ ഒരു സാധ്യത കാണുന്നത്. നാളെ ഉറപ്പായിട്ടും 22,000 മുകളിൽ തന്നെ ഓപ്പൺ ആകും. അതിന് താഴെ ഓപ്പൺ ആകും എന്ന പ്രതീക്ഷയൊന്നുമില്ല. പക്ഷെ ഇവിടെ ട്രേഡ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നാളെ. ഫർദർ ഫോളൻ ഇനി വരുന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് നോക്കി കാണേണ്ടി വരും. അതിന് സാധ്യത ഞാൻ കാണുന്നില്ല. പക്ഷേ ഓപ്പൺ ആയതിനു ശേഷം മാർക്കറ്റ് താഴോട്ട് പോകാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. അതായത് 22,000 മുകളിൽ ഓപ്പൺ ആയി പിന്നെ എവിടെയെങ്കിലും പോയിട്ട് പിന്നെ ഫർദർ താഴോട്ട് വരുന്നുണ്ടെങ്കിൽ അത് നോ ട്രേഡ് സോൺ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ എങ്ങോട്ട് മാർക്കറ്റ് പോകും എന്നുള്ളത് നമുക്ക് മുൻകൂട്ടി എങ്ങനെ തീരുമാനിക്കാൻ പറ്റില്ല. അവിടെ നിന്നാണ് മാർക്കറ്റ് തീരുമാനം എടുക്കേണ്ടത്. സോ നോക്കാം നാളത്തെ ലൈവ് മാർക്കറ്റിൽ എങ്ങനെയാണ് വരുന്നതിന്. മോസ്റ്റ് പ്രോബബ്ലി ഓപ്പൺ ആവുന്ന 22,000 മുകളിലും അവിടെ നിന്ന് പിന്നെ ഒരു റേഞ്ച് ബൗണ്ട് മൂവ്മെൻ്റ് ആണ് എൻ്റെ ഒരു നിഗമനത്തിൽ നാളെ ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇനി നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ അഭിപ്രായങ്ങൾക്കുള്ള മറുപടി പറയാം.
കഴിഞ്ഞ വീഡിയോ ഇതുവരെയായിട്ട് കണ്ടിരിക്കുന്ന 860 പേരാണ്. 9080 പേരാണ് ഈ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. 38 കമൻറ്റുകൾ ഇതിനുണ്ട്. ജിതിൻ ജെയിൻ താങ്ക് യു വെരി മച്ച്. യൂസഫ് കാവിൽ താങ്ക് യു വെരി മച്ച്. രാജേഷ് റീഷൽ AJ thank you very much. Vijaykumar Tettikattil thank you very much. Sajid Tampuru thank you very much. Abdul Rakik thank you very much. Gypsum Knights, good detailed analysis, keep going. Thank you very much brother, I'll do that. Adarsh Rankler, ഇത് ആശാനെ, അയ്യോ പൊന്നേട്ടാ എന്നെ അങ്ങനെയൊന്നും വിളിക്കില്ലേ, ഞാൻ വെറും ഒരു ട്രേഡറാണ്, ഇതിൻ്റെ ഒരു ABCD അറിയാത്ത ഒരാളാണ്. ട്രേഡ് ചെയ്തിട്ട് എങ്ങനെയും കാശുണ്ടാക്കാൻ പറ്റുന്നുള്ളൊരു ധൈര്യം കൊണ്ടാണ് ഇതിനൊക്കെ മുന്നിട്ട് ഇറങ്ങുന്നത്. അതില്ലെങ്കിൽ ഇതിനും നിൽക്കില്ല കേട്ടോ. അതുകൊണ്ട് ആശാൻ എന്ന് പറയാൻ മാത്രമുള്ള ഒരു യോഗ്യത ഒന്നും എനിക്കില്ല. ഒരാശാൻ എന്ന് പറയുമ്പോൾ അയാൾക്ക് കൃത്യമായ ഒരു കളരിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവണം. അതിന് കുറേ മാനദണ്ഡങ്ങളുണ്ട്. അപ്പോൾ എനിക്കങ്ങനെ കളരിയും ഒന്നുകിൽ ആശാൻ്റെ നെഞ്ചത്തല്ലെങ്കിൽ കളരിക്ക് പുറത്തുനിന്നുള്ള ആശയങ്ങളോ എനിക്കില്ല. അതുകൊണ്ട് തന്നെ അത് എന്താ പറയുക, ആശാൻ എന്നുള്ള വിളിയൊന്നും നമുക്ക് വേണ്ട. ദെൻ ട്രേഡിംഗ് ഡേയ്സ് കൊട്ടാക് സെക്യൂരിറ്റീസ് താങ്ക് യു വെരി മച്ച്. യൂസർ ട്രേഡ് പ്ലാൻ ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? ബ്രേക്ക് ഔട്ട് നോക്കി ട്രേഡ് ചെയ്യുന്ന ഒരാൾക്ക് എങ്ങനെയൊക്കെ മേജർ ബ്രേക്ക് ഔട്ട്സ് കണ്ടെത്താം വേണ്ടിയിട്ട് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന്, നിങ്ങൾ ഏറ്റവും നല്ലത് പ്രൈസ് ആക്ഷനെ ഡിപ്പെൻഡ് ചെയ്ത് പോകുന്നതാണ്. നിങ്ങൾ കൊച്ചിയിലെ ആ ഒരു ക്ലാസ്സിൽ ഞാൻ ആ ഒരു സംഭവങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് നമ്മൾ ബ്രേക്ക് ഔട്ട് അല്ലെങ്കിൽ ഒരു സോൺ കണ്ടെത്തുന്നത്, അവിടെ നിന്ന് അങ്ങോട്ട് ബ്രേക്ക് ഔട്ട് ഉണ്ടോ ഇല്ലയോ എന്നത് എങ്ങനെ തിരിച്ചറിയുന്ന സംഭവങ്ങൾ ഞാൻ ആ ക്ലാസ്സിൽ ഷെയർ ചെയ്തിരുന്നു. കാരണം ഇത് ഒറ്റ വാക്കിലൊന്നും ഒരു 3-4 മണിക്കൂർ പറഞ്ഞു കൊടുക്കേണ്ട ഒരു സംഭവമാണ്. കുറേ ഡാറ്റാസ് നമ്മൾ റെഫർ ചെയ്തിട്ടാണ് അതിനകത്ത് പോവുക. സോ ട്രേഡ് പ്ലാൻ ചെയ്യുമ്പോൾ ട്രേഡ് പ്ലാൻ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്, ഈ ട്രേഡ് എനിക്ക് എഗെയിൻസ്റ്റ് പോയാൽ എനിക്ക് എത്ര രൂപ നഷ്ടം വരും എന്നാണ് ആദ്യം നോക്കേണ്ടത്. ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ ഇപ്പോൾ 100 രൂപയിൽ ഞാൻ എൻട്രി എടുക്കുന്നു. 100 രൂപയിൽ എൻട്രി എടുത്തിട്ട് എനിക്ക് 100 രൂപയിൽ നിന്ന് 90, 80, 70 എന്ന് പോയി കഴിഞ്ഞാൽ എവിടെ വരെ കൊണ്ടുപോകാം, 80 രൂപയിൽ നിർത്തണോ 90 രൂപയിൽ നിർത്തണോ എന്നൊക്കെ ഉള്ളത് അത് നിങ്ങൾ മുൻകൂട്ടി തീരുമാനിക്കണം. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അതിനനുസരിച്ച്. അതേപോലെ നിങ്ങൾ ലോസ് തീരുമാനിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എത്ര രൂപ നഷ്ടം സഹിക്കാം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ നഷ്ടത്തിനേക്കാൾ കൂടുതലാണ്, ഞാൻ തുല്യം എന്നല്ല പറയുന്നത്, ആ നഷ്ടത്തിനേക്കാൾ കൂടുതലായിരിക്കണം നിങ്ങൾ പ്രതീക്ഷിക്കുന്ന നിങ്ങളുടെ ടാർഗറ്റ് അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്ന ലാഭം. നിങ്ങളിപ്പോൾ 100 രൂപയിൽ എൻട്രി എടുത്തു, 80 രൂപയിൽ ട്രേഡ് എക്സിറ്റ് ചെയ്യാൻ, ഓപ്പോസിറ്റ് പോയാൽ 80 രൂപയിൽ എക്സിറ്റ് ആവും എന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ 121 രൂപയെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് നിങ്ങളുടെ പ്രോഫിറ്റ് ഉണ്ടായിരിക്കണം. 121 രൂപ നിങ്ങൾക്ക് അനുകൂലമായി മാർക്കറ്റ് പോകുന്നുണ്ടെങ്കിൽ 120 പറ്റില്ല, 20 രൂപ സ്റ്റോപ്പ് ലോസ് 1:1 പറ്റില്ല, 1:1 മോർ ദാൻ 1 ആയിരിക്കണം. അപ്പോൾ 121 രൂപയിൽ കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ വളരെ നല്ലൊരു ട്രേഡ് ആയിരിക്കും ആ കിട്ടുന്നത്. അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഇതിനകത്ത് നോക്കാനുള്ളത്. രാകേഷ് പറഞ്ഞു ടുഡേ ഹീറോ ഫിൻ നിഫ്റ്റി താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ. ദെൻ ഡെന്നിയം താങ്ക് യു വെരി മച്ച്. ബിലാൽ DQ റാസ് ലെവൽസ് എന്താണ്? റാസ് ലെവൽസ് നിങ്ങൾ ഈ ചാനലിൽ തന്നെ പ്ലേലിസ്റ്റ് എന്നുള്ള ഭാഗത്ത് പോകുക. പ്ലേലിസ്റ്റിൽ ഓപ്ഷൻ ട്രേഡിംഗ് എന്ന ഒരു സംഭവം, ഒരു പ്ലേലിസ്റ്റ് കാണാം. അതിനകത്ത് ചാപ്റ്റർ നമ്പർ 11 ഒന്ന് നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് റാസ് ലെവൽസ് റെസിസ്റ്റൻസ് ആൻഡ് സപ്പോർട്ട് എന്നുള്ളതാണ്. ഇത് കിട്ടുക, ഇത് മാനുവലി കാൽക്കുലേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ടെലിഗ്രാം ചാനലിൽ ഡെയിലി 8 മണിക്ക് ശേഷം അപ്ഡേറ്റ് ചെയ്യും. ഇന്നിപ്പോൾ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ അത് നോക്കിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ലേഔട്ടിൽ വരച്ച് സേവ് ചെയ്യുകയാണ് വേണ്ടത്. ഇൻഡിക്കേറ്ററോ കാര്യങ്ങളോ അതിന് കിട്ടില്ല. വാട്ട് വി ഹാവ് ടു ഡു വിത്ത് സ്മോൾ ക്യാപ്പ്. ഇന്ന് സ്മോൾ ക്യാപ്പിൻ്റെ 8ന്റെ പണിയാണ് കൊടുത്തത്. 90,000 കോടി രൂപയുടെ നഷ്ടമാണ് അദാനി ഗ്രൂപ്പ് സ്മോൾ ക്യാപ്പിലെ ആൾക്കാർക്ക് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. മുത്തു സുരേന്ദ്രൻ ഇനി നിഫ്റ്റി ഒരു തിരുത്തൽ ഉണ്ടാവുമോ? ഇന്നലെ ഇദ്ദേഹം ചോദിച്ചതേ ഉള്ളൂ. ഇന്നത്തേക്ക് തിരുത്തൽ വന്നിട്ടുണ്ട്. പക്ഷേ അതൊരു പുൾ ബാക്ക് മാത്രമാണ്. ഫോറെവർ ഒരു കറക്ഷനാണ് എന്ന് കറക്ഷൻ നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു 10% അല്ലെങ്കിൽ 5% ഒക്കെ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നമുക്ക് പറയാം ഒരു കറക്ഷൻ ആണ് എന്നുള്ളത്. ഇതിപ്പം ചെറിയൊരു പുൾ ബാക്ക്, ഒരു ക്യാൻഡിൽ വന്നല്ലേ ഉള്ളൂ. അപ്പോൾ അതൊരു കറക്ഷനായിട്ട് കണക്കാം. ഒരു പുൾ ബാക്ക് തിരിച്ച് കയറി പോകും ചിലപ്പോൾ. മോസ്റ്റ് പ്രോബ്ലി എൻ്റെ പ്രതീക്ഷ പോസിറ്റീവാണ്. മാർക്കറ്റ് മുകളിലോട്ട് തന്നെ പോകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഫിൻ നിഫ്റ്റി മിസ്സായി, അയ്യോ കുഴപ്പമില്ല, ഇനി അവസരങ്ങൾ വരും. കേട്ടിരിക്കാൻ കഥകൾ, അദ്ദേഹം ഒരു വലിയൊരു പോസ്റ്റാണ് എഴുതിയിരിക്കുന്നത്. നമുക്ക് പ്രീ മാർക്കറ്റ് ആൻഡ് പോസ്റ്റ് മാർക്കറ്റ് വീഡിയോ ഒന്നേ ഉള്ളൂ. അതിനാൽ വീഡിയോ വൈകിയാലും മാക്സിമം ഡാറ്റ ഉൾക്കൊള്ളിക്കാൻ സാധിച്ചാൽ നന്നായിരിക്കും. വ്യക്തിപരമായ ഒരു അഭിപ്രായം മാത്രം, തള്ളുകയോ കൊള്ളുകയോ ചെയ്യാം. വളരെ വലിയ നഷ്ടം ഉണ്ടായതിലൂടെ ക്യാപിറ്റൽ പൂർണ്ണമായും നഷ്ടപ്പെട്ടതിനാലാണ് യാതൊരുവിധ കമൻറ്റുകളും ഇല്ലാതെ ഞാൻ പൂർണ്ണമായും സൈലൻ്റ് ആയത്. ഏതായാലും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കാണുകയും സ്വയം പഠിക്കാൻ ശ്രമിക്കുകയും
ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ട്രേഡിംഗ് തുടരാൻ കഴിയാത്ത അവസ്ഥയിലാണുള്ളത്. എല്ലാം ശരിയാകുമ്പോൾ വീണ്ടും സജീവമാകാം. അതുവരെയും ഞാൻ ഗുപ്താവസ്ഥയിൽ തന്നെയായിരിക്കും. ശുഭാപ്തി വിശ്വാസത്തോടെ ഞാനും. വളരെ നല്ല വാക്കുകളാണ്, വളരെ നല്ല വായിക്കാൻ നല്ല രസമുള്ള വാക്കുകളാണ്. പക്ഷേ അതിൽ പറഞ്ഞിരിക്കുന്ന കണ്ടൻറ്റ് വളരെ നെഗറ്റീവാണ്. വളരെ വിഷമമുണ്ട് കേൾക്കുമ്പോൾ. എനിക്ക് മെസ്സേജ് അയക്കുന്ന ആൾ തന്നെയാണ് പേഴ്സണലി വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്യാറുണ്ട്. അദ്ദേഹത്തിൻ്റെ ട്രേഡിങ്ങിൽ അദ്ദേഹത്തിൻ്റെ ചില സ്ക്രീൻഷോട്ടുകളൊക്കെ, അപാരമായ സ്ക്രീൻഷോട്ടുകളൊക്കെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ പറയാറുണ്ട്, ലാഭമായാലും നഷ്ടമായാലും നമ്മളെ കൊക്കിലൊതുങ്ങുന്നത് കൊത്താൻ ശ്രമിക്കണം എന്നുള്ളത്. പക്ഷേ എന്താ പറയുക, എന്തായാലും എല്ലാം ശരിയാകും, തിരിച്ചു വരും. പക്ഷേ ആ ട്രേഡിംഗ് രീതി, ലാഭവും നഷ്ടവും തമ്മിലുള്ള അനുപാതം എപ്പോഴും ലാഭത്തിൻ്റെ തുലാസ് പൊങ്ങി തന്നെ നിൽക്കണം. എന്നാലേ നമുക്ക് ഇതിനകത്ത് സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് മിമിക്, അല്ലെങ്കിൽ നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്ക്രീൻഷോട്ടുകളും കാര്യങ്ങളൊക്കെ കാണിക്കാൻ പറ്റും എന്നല്ലാണ്ട് ജീവിതം ഉണ്ടാവില്ല. എപ്പോഴും സ്ട്രെസ്സും ടെൻഷനും കൊണ്ട് തന്നെ ആയിരിക്കും പോകേണ്ടി വരിക. അപ്പോൾ എപ്പോഴും നോക്കുക, 10 രൂപ നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ 11 രൂപ ലാഭം കിട്ടിക്കഴിഞ്ഞാൽ ആ ട്രേഡ് ക്ലോസ് ചെയ്യാൻ ശ്രമിക്കുക. 10 രൂപ നഷ്ടം നമ്മൾ കാണുന്നുണ്ടെങ്കിൽ 11 രൂപ ലാഭം കണ്ടു കഴിഞ്ഞാൽ അത് ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. അതിനുശേഷം വീണ്ടും 10 രൂപ നഷ്ടം കണ്ടുകൊണ്ടും 11 രൂപ ലാഭം കണ്ടുകൊണ്ടും അടുത്ത ട്രേഡിലേക്ക് പോവാം. അടുത്ത ട്രേഡ് നമുക്ക് സക്സസ് ആയില്ല, സ്റ്റോപ്പ് അടിച്ചാൽ പോലും നമുക്ക് നേരത്തെ കിട്ടിയതിൽ 1 രൂപ ബാക്കിയുണ്ടാവും. ആ രീതിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇതിനകത്ത് ഇതൊന്നും ശരിക്കും ഒരു ഫാൻറ്റസി വേൾഡാണ് ഓപ്ഷൻ ട്രേഡിംഗ് അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ്. ഒരു പരിധി വരെ റിയൽ ലൈഫിൽ ജീവിച്ച് സ്റ്റോക്ക് മാർക്കറ്റിൽ ലാഭം ഉണ്ടാക്കുന്നവരുണ്ട്. ഞാൻ പറയുന്ന അവരെക്കുറിച്ചല്ല, അത് ഒരു സ്വിംഗ് ട്രേഡുകൾ, ലോങ് ഹോൾഡിംഗ് ഒക്കെ ചെയ്തിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നവർ. അതല്ലാതെ ഓപ്ഷൻ ട്രേഡിംഗ് അല്ലെങ്കിൽ ഇൻട്രാഡേ ട്രേഡിംഗ് ഒക്കെ ഒരു ഫാൻറ്റസി ലൈഫാണ്. ഇന്നലെ എന്തുകൊണ്ട് എൻ്റെ കാശ് പോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ച് കാണിച്ചു കൊടുക്കാൻ ഒരു സംഭവങ്ങൾ പോലും നമ്മുടെ മുന്നിൽ ഉണ്ടാവില്ല. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് കെയർഫുള്ളായിട്ട് ട്രേഡ് ചെയ്യാം. അങ്ങനെ ഒരു മനസ്സിന് കട്ടിയില്ലാത്ത, അല്ലെങ്കിൽ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി ഒഴിവാക്കിയിട്ട് നിങ്ങൾ മറ്റേതെങ്കിലും ഒരു ഫീൽഡിലേക്ക് കാശ് ഇത്ര വലിയ രീതിയിൽ നഷ്ടമാകാത്തൊരു ഫീൽഡിലേക്ക് മാറാൻ ശ്രമിക്കുക. കാരണം ലൈഫ് ചെറുപ്പം ഒരു 30 വയസ്സിന് താഴെയുള്ളവർക്കൊക്കെ ആണെങ്കിൽ അവർക്ക് വീണ്ടും ഒരു സെക്കൻഡ് ചാൻസ് ജീവിതത്തിൽ കിട്ടും. ഇനിയും അധ്വാനിച്ച് കാശ് ഉണ്ടാക്കാന്നുള്ള ഒരു ആഫ്റ്റർ 40 ഒക്കെ കഴിഞ്ഞവരാണെങ്കിൽ, 45 ഒക്കെ കഴിഞ്ഞവരാണെങ്കിൽ അവർക്ക് ഇനി ഒന്നുകൂടി ഇത്രയും വലിയൊരു 50 ലക്ഷം രൂപയുടെ നഷ്ടമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അത് വീണ്ടും ജോലി ചെയ്ത് ഉണ്ടാക്കുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പം അത്യാവശ്യം പ്രാരാബ്ദങ്ങൾ ഈ ഒരു 45 ആകുമ്പോൾ ഉണ്ടാവും. അതിൻ്റെ കൂടെ വലിയൊരു ലോസ് വന്ന് തിരിച്ച് പിടിക്കുക എന്നുള്ളത് പ്രാക്ടിക്കലി മനസ്സ് അതിന് തയ്യാറാവില്ല. അതുകൊണ്ട് തന്നെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ശ്രദ്ധിക്കുക, 40 കഴിഞ്ഞവരൊക്കെ ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നഷ്ടം വളരെ ചെറിയ നഷ്ടം, പിച്ച കാശ്. ഈ ഇടയ്ക്ക് ഞാൻ യൂട്യൂബിലൊരു വീഡിയോ കണ്ടിരുന്നു, ഒരു വ്യക്തി പറയുന്നത് പിച്ച കാശ് മാത്രമേ ലോസ് ആവാൻ പാടുള്ളൂ. സത്യമാണ്. ഓക്കെ, ഷൗക്കത്ത് ITC ന്യൂസ് കൊടുത്ത് ട്രാപ്പ് ആകാൻ ഉള്ള പരിപാടി. ITC ഇന്നലെ ന്യൂസ് വന്നെങ്കിലും ഇന്ന് ITC നല്ല പ്രോഫിറ്റ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ മാർക്കറ്റ് ട്രാപ്പായിരുന്നു. ഷാനവാസ് പറഞ്ഞിരിക്കുന്നത് എന്താണ്? താങ്ക് യു വെരി മച്ച് ഷാനവാസ്. അപ്പോൾ എല്ലാവരോടും താങ്ക് യു വെരി മച്ച്. ഒരുപാട് കമൻറ്റുകൾ ഉണ്ടായിരുന്നു. വളരെ ഇൻറ്ററാക്റ്റീവ് ആയിട്ടുള്ള ഒരു സെഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ പരമാവധി ഒരു 2-3 ദിവസം രാവിലെ പ്രീ മാർക്കറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ഒഫീഷ്യലി അനൗൺസ് ചെയ്തിട്ട് എല്ലാവർക്കും നമുക്ക് രാവിലെ ഒരു 7 മണിയാകുമ്പോൾ ഒന്നിച്ച് കൂടാം ലൈവ് സെഷനിൽ. എത്ര മണിക്ക് വേണം എന്നുള്ളത് നിങ്ങൾ ഇതിൻ്റെ കൂടെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ വലിയ ഉപകാരമായിരുന്നു. അപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നാളെ കണ്ടുമുട്ടാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ.